മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. എന്താ കൃഷ്ണേട്ട നിർത്തിയത്? എന്തൊക്കെയാ മോളെ സംഭവിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കും. ഇന്ന് അഖിലെ ആകാശം വന്നപ്പോ എന്ത് സന്തോഷമായിരുന്നു എല്ലാവർക്കും. അത് കഴിഞ്ഞു തുടങ്ങിയ പ്രശ്നങ്ങളാ. അഭിമന്യു വരുമ്പോൾ ഒരു പ്രശ്നമുണ്ടാകണ്ടെന്ന് കരുതിയാ ഞാൻ മാറി നിന്നത്. കുറെ കഴിഞ്ഞ ആളുകൾ പറഞ്ഞ പഞ്ചരക്തത്തിലെ പ്രശ്നങ്ങൾ അറിഞ്ഞത്. ഞാൻ ഓടി വരുമ്പോഴേക്കും പഞ്ചരക്തം അടച്ചു പൂട്ടിയിരുന്നു. ചന്ദ്രൻ സാർ ആശുപത്രിയിലാണെന്നറിഞ്ഞ് ഞാൻ ചെന്നിരുന്നു. പക്ഷെ അവിടെ മുഴുവൻ പോലീസായിരുന്നു. എന്നെ കണ്ടപാടെ ആ CI ചൂണ്ടിക്കാണിച്ചു. ഒരു വിധത്തിലാ പിടികൊടുക്കാതെ ഞാൻ രക്ഷപ്പെട്ടത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കൃഷ്ണേട്ട. ഒരു കാര്യം മാത്രം എനിക്കറിയാം. ജീവിതം എന്റെ കൈവിട്ടു പോവാ. അല്ലെങ്കിൽ ഇന്നൊരു ദിവസം ഇതൊക്കെ ഉണ്ടാവുമായിരുന്നോ? ഞാൻ എന്തൊക്കെ അനുഭവിച്ചത്. നല്ല ക്ഷീണമുണ്ട്. കുറച്ചു നേരം ഒന്ന് ഉറങ്ങിക്കോളൂ. തളർച്ചയുണ്ടെന്നേ ഉള്ളു കൃഷ്ണേട്ടാ. ഉറക്കം വരില്ല. കണ്ണടച്ച് കിടന്നാ മതി. ഉറങ്ങിക്കോളൂ. കൃഷ്ണേട്ടൻ മാറി മാറി പല സ്ഥലത്ത് നിർത്തിയിട്ടോളാം. ഒരു സ്ഥലത്ത് തന്നെ ഇട്ടാൽ ശരിയാവില്ല. എല്ലാവരും എന്നെ കാണാതെ വിഷമിക്കാവൂല്ലേ? ഒന്ന് അറിയിച്ചാലോ? അനഘയുടെ മൊബൈലിലേക്കൊന്ന് വിളിച്ചു പറഞ്ഞാലോ കൃഷ്ണേട്ടാ? വേണ്ട മോളെ, അവരുടെ ഫോണൊന്നും സേഫ് അല്ല. പോലീസ് വരുന്ന കോളൊക്കെ നിരീക്ഷിക്കുന്നുണ്ടാവും. അല്ല, അതിന് എന്റെ ഫോണിൽ നിന്നല്ലല്ലോ, കൃഷ്ണേട്ടന്റെ ഫോണിൽ നിന്നല്ലേ വിളിക്കുന്നേ? അത് എന്റെ ഫോണിൽ നിന്നായാലും കുഴപ്പമാവും. മോൾ എന്റെ കൂടെ ഉണ്ടെന്ന് കലാവതിക്കും മഹേന്ദ്രനും അറിയാം. കാറ് നഷ്ടപ്പെട്ടത് മുതൽ എല്ലാ കാര്യങ്ങളും അവർ പോലീസിൽ അറിയിച്ചിട്ടുണ്ടാവും. വെറുതെ റിസ്ക് എടുക്കണ്ട. എങ്ങനെയെങ്കിലും അവരെ ഒന്ന് അറിയിച്ചേ പറ്റൂ. അല്ലെങ്കിൽ എന്നെ അന്വേഷിച്ചാലയോ അവര്? എങ്ങനെയാ മോളെ അറിയിക്കുക? ആരെയാ വിളിക്കുക? അത് നമുക്ക് അച്ഛൻ്റെ ഫോണിലേക്കൊന്ന് വിളിച്ചാലോ? വിളിക്കണോ? വിളിക്കണം. വിളിച്ചേ പറ്റൂ. അവേട്ടാ, അച്ഛനാ വിളിക്കുന്നേ. അമൃതേച്ചി സേഫായിട്ട് കൃഷ്ണേട്ടന്റെ കൂടെ ഉണ്ടെന്ന്. ആണോ? ഹലോ അച്ചു. അച്ഛൻ മാത്രമല്ല അനഘേച്ചി, അമൃതേച്ചി എന്നോട് സംസാരിച്ചു. ചേച്ചി സേഫാ. ആശ്വാസത്തോടെ എന്നോട് സംസാരിച്ച്. എവിടെയാണെന്ന് പറഞ്ഞോ മോളെ? കുറച്ച് ദൂരെയാണെന്ന് പറഞ്ഞു. സ്ഥലം ഏതാണെന്ന് മാത്രം പറഞ്ഞില്ല. മോളെ, ഏട്ടനാ. ആ ഏട്ടാ, അമൃതേച്ചി അച്ഛന്റെ കൂടെ ഉണ്ട്. സേഫ് ആണെന്ന് പറഞ്ഞു. എവിടെയാണെന്ന് അറിയില്ലല്ലേ? പറഞ്ഞില്ല ഏട്ടാ. പോലീസ് നമ്മുടെ ഫോണ് ടാപ്പ് ചെയ്യുന്നുണ്ടെന്ന് സംശയിച്ചായിരിക്കും. ശരി. സമാധാനായല്ലേ? തൽക്കാലത്തേക്ക് അത്രേ ഉള്ളൂ.
ഈ വീട്ടിലെ ജോലി മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അഖിലേച്ചി അല്ലേ? നീ എന്താ അങ്ങനെ ചോദിക്കാൻ കാര്യം? ഇവിടെ വന്ന് കണ്ടപ്പോഴേ എനിക്കത് മനസ്സിലായി. തിന്ന പാത്രമെങ്കിലും കഴുകി വെച്ചാൽ എന്താന്ന് മാമിയോടും ദിവ്യപ്രഭയോടും ചോദിക്കാൻ തോന്നിയതാ എനിക്ക്. ആരാധ്യ, വെറുതെ എടുത്തു ചാടി ഓരോന്നും ചോദിച്ചു വഴക്കുണ്ടാക്കരുത്. നമുക്കിപ്പോ കഷ്ടകാല സമയം. വേറെ ഗത്യന്തരം ഇല്ലാതെ നിനക്കും ഇവിടെ വന്ന് നിൽക്കേണ്ടി വന്നില്ലേ? അപ്പൊ നമ്മളെല്ലാം സഹിക്കണം. എല്ലാം നമ്മൾ തിരിച്ചു പിടിക്കുന്ന ഒരു സമയം വരും. അതുവരെ നമ്മൾ ക്ഷമിക്കണം. എട്ടരയായിട്ടേ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളൂ. അത് അഖിലേക്ക് അറിയാവുന്നതല്ലേ? അറിയാം. അതിനിപ്പോ എന്താ? അതിനെന്താന്നോ, മണി 7 ആയുള്ളൂ. ഇപ്പോഴേ ഉണ്ടാക്കി വെച്ച തണുത്താറി മരം പോലെ ആവില്ലേ? അതിനല്ലേ ഇവിടെ കാസ്ട്രോൾ ഉള്ളത്. ആഹാ, വന്നു കയറിപ്പോഴേ തർക്കുത്തരം പറഞ്ഞ് തുടങ്ങിയല്ലോ. എന്ത് ചെയ്യാനാ ദിവ്യേ, ഞാഞ്ഞൂലും പത്തി വിടർത്തി തുടങ്ങി. അവള് തർക്കുത്തരം പറഞ്ഞതൊന്നും അല്ല. ഇവിടുത്തെ പാചകം കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് അച്ഛനെ കാണുന്ന ഹോസ്പിറ്റലിലേക്ക് പോവാൻ. നിങ്ങൾ പോടി അങ്ങോട്ട് പോയിട്ട് എന്തെടുക്കാന്? ആയുസ് ഉണ്ടെങ്കിൽ ജീവിക്കും, അല്ലെങ്കിൽ ചാവും. അതിപ്പോ ആയിസറ്റ നിങ്ങളായാലും ചാവും. അറിയാതൊന്ന് കാല് തെറ്റി വീണ അത് മതി തലയിടിച്ച് ചാവാൻ. നീ ഞാൻ വീണതല്ലേ ഉദ്ദേശിച്ചത്? ആരാധേ, മിണ്ടരുതെന്ന് പറഞ്ഞില്ലേ? അത് തന്നെ ആന്റി അവൾ ഉദ്ദേശിച്ചത്. ഇനിയാണെങ്കിലും അവസരം കിട്ടിയാൽ തള്ളി വീഴ്ത്തി കൊല്ലുമെന്ന് തന്നെ അവൾ പറഞ്ഞത്. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. എന്റെ അച്ഛനെ പറഞ്ഞപ്പോ ഞാനും പറഞ്ഞു. നിന്റെ അച്ഛനെ ഞാൻ ഇനിയും പറയും. നീ എന്ത് ചെയ്യും? എന്റെ സ്വഭാവം മാമിക്ക് ശരിക്കും അറിയാവുന്നതല്ലേ? ആരാധേ, മിണ്ടരുതെന്ന് പറഞ്ഞ അനുസരിക്കില്ലേ നീ? വായിലേക്ക് കോലിട്ട് കുത്തിയാ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? മിണ്ടാതിരിക്കണം. ഞങ്ങൾ പറഞ്ഞത് അങ്ങോട്ട് അനുസരിച്ചാ മതി. നീ ഇവിടുത്തെ അഭയാർത്ഥിയാണെന്നുള്ള കാര്യം ഓർമ്മ വേണം. അതെ, ഇവിടെ ജോലിയൊന്നും തീർന്നിട്ടില്ല. പാചകം കഴിഞ്ഞ ഉടനെ വേണം തുണി അലക്കാൻ, പിന്നെ തറ തുടയ്ക്കണം. തറയില്ലേ, വെറും തറ. ഏറ്റു ആന്റി, ആന്റിയെ വിളിച്ചത്. അല്ല, നിന്റെ മുഖത്ത് നോക്കിയാ വിളിച്ചത്. എങ്കി ഇന്ന് ഈ വീട്ടിൽ നിന്ന് ഇവിടെ അച്ഛനെ കാണാൻ പോകുന്ന എനിക്കൊന്ന് കാണണം. നീ ഇതെന്ത് ഭാവിച്ച ആരാധ്യേ? അഖിലേച്ചി നോക്കിക്കോ, ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് കൈ നിവർത്തി ഓരോന്ന് കൊടുക്കും ഞാൻ രണ്ടെണ്ണത്തിന്. എന്താ കൃഷ്ണേട്ട വണ്ടി നിർത്തിയത്? ഇതേതാ സ്ഥലം? മോളെ, ഇവിടെ അടുത്ത് എനിക്ക് പരിചയമുള്ള ഒരു സ്ഥലമുണ്ട്. തൽക്കാലം അവിടെ തങ്ങാം. പക്ഷേ ഈ വണ്ടിയായിട്ട് പോകുന്നത് റിസ്കാ. പോലീസ് ഇപ്പോഴേ അന്വേഷണം തുടങ്ങി കാണും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? മോളിവിടെ നിൽക്ക്. ഞാൻ ഈ കാറ് കുറച്ച് ദൂരെ കൊണ്ടുപോയി ഇട്ടിട്ട് തിരിച്ചു വരാം. എനിക്ക് നല്ല പേടിയാവുന്നുണ്ട് കൃഷ്ണേട്ട. ഒന്നും പേടിക്കാനില്ല. ഞാൻ പെട്ടെന്ന് തിരിച്ചു വരും. ഏറി വന്ന 1/2 മണിക്കൂർ. അതുവരെ മോളിവിടെ തന്നെ നിന്നാ മതി. ധൈര്യമായി ഇറങ്ങിക്കോ. ഞാനല്ലേ പറയുന്നേ. പെട്ടെന്ന് വരണം. വരും. ഇനി സമയം കളയണ്ട, ഇറങ്ങിക്കോ.
ചന്ദ്ര ചന്ദ്ര എങ്ങനെയുണ്ട് ചന്ദ്ര? കുറവുണ്ടോ? എഴുന്നേക്കണ്ട, കിടന്നോ. ഇതാരൊക്കെയാ? ഞങ്ങൾ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്. ഞങ്ങൾക്ക് ഭക്ഷ്യദുരന്തം ഉണ്ടായത് എങ്ങനെയെന്ന് അറിയണം. ഒരു ദുരന്തം ഉണ്ടായിട്ടില്ല. എനിക്കൊരു കുഴപ്പമില്ല. എന്തോ ഒരു ഗ്യാസ് ട്രബിളിൻ്റെയാ. വെറുതെ കള്ളം പറയേണ്ട ചന്ദ്രസേന. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച 2 പേർ അല്പം മുമ്പ് മരണപ്പെട്ടു. മറ്റുള്ളവരെല്ലാം അത്യാസന്ന നിലയിലാ. അതൊന്നും ഞാൻ അറിഞ്ഞില്ല. നിങ്ങളുടെ മകൾ അമൃത ഇപ്പോൾ ഒളിവില്ല. കൊലക്കുറ്റം അവളുടെ പേരിൽ. സാറേ, എൻ്റെ മോൾ അങ്ങനെ ഒരു കുറ്റവും ചെയ്യില്ല. ഇതെന്തോ ചതിയിൽപ്പെട്ടതാ. അത് നിങ്ങൾ കോടതിയിലാണ് തെളിയിക്കേണ്ടത്. ഫുഡ് സാമ്പിളിൽ വീര്യം കൂടി വിഷത്തിന്റെ അംശം ഉണ്ടായിരുന്നു. സാറേ, അതൊന്നും ഞങ്ങൾക്കറിയില്ല. ഇനി അത് പറഞ്ഞിട്ട് എന്താ ചന്ദ്ര കാര്യം? ഹോട്ടല് പൂട്ടി സീൽ ചെയ്തു. നാട് മുഴുവൻ അമൃതയെ തിരയുക പോലീസുകാര്. സാറേ, എൻ്റെ മോള് നിരപരാധിയാ. എൻ്റെ മോളെ രക്ഷിക്കണം. കേസ് ചാർജ് ചെയ്തു പോയി. ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. അയ്യോ സാർ, അങ്ങനെ പറയരുത്. അവളെ രക്ഷിച്ചേ പറ്റൂ. അവൾക്ക് അമ്മ മാത്രമല്ല ഞാൻ. എന്റെ അനിയൻ കെട്ടാൻ പോകുന്ന പെണ്ണ് കൂടിയാ. ഞാൻ എന്ത് വേണേലും ചെയ്യാം. അവളെ പോലീസിനും കോടതിക്കും വിട്ടുകൊടുക്കരുത്. ഞങ്ങൾ നിസ്സഹായരാണ്. കൊലക്കുറ്റ ജീവപര്യന്തത്തിൽ കുറഞ്ഞ് ഒരു ശിക്ഷയുണ്ടാവില്ല. സാറേ, ചതിക്കില്ലേ. കലാവതി, ഒന്ന് പറയൂ, എൻ്റെ മോളെ ഒന്ന് രക്ഷിക്കാൻ. സാർ, എനിക്ക് അമൃതയെ കേസിൽ നിന്ന് ഒഴിവാക്കി കിട്ടണം. തുറന്നു ചോദിക്കുക, എന്ത് തരണം നിങ്ങൾക്ക്? എന്താ കൈക്കൂലി ഒന്ന് കേസ് ഒതുക്കാന്നാണോ? അങ്ങനെയെങ്കിൽ അങ്ങനെ. എനിക്ക് എന്റെ മോളെ വേണം. എന്റെ അനിയനെ കല്യാണം കഴിക്കാൻ വേണ്ടി ഞാൻ അവൾക്ക് പല ദ്രോഹങ്ങളും ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ഒരു പ്രായശ്ചിത്തമായിട്ടെങ്കിലും ഈ കേസിൽ നിന്ന് എനിക്ക് അവളെ ഒഴിവാക്കിയെടുക്കണം. പ്രായം തികഞ്ഞൊരു പെണ്ണ. പോലീസിന്റെ കൈ കിട്ടിയ എന്താ സംഭവിക്കാന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവള് ജയിലിലായ ഇളയ കുട്ടികളുടെ ഭാവിയും തകരും. സാറേ, എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്റെ സമ്പാദ്യം മുഴുവനും തരാം. എന്റെ മോൾക്ക് ആപത്തൊന്നും വരാതിരുന്നാ മതി. വേണ്ട, ചന്ദ്രന്റെ സമ്പാദ്യം ഒന്നും എടുക്കണ്ട, ഞാൻ കൊടുക്കാം. പറയൂ സാറേ, എന്ത് ചെയ്യാൻ പറ്റും? മാഡം, ഫുഡ് സാമ്പിൾ പരിശോധിച്ച് വിഷാംശം കണ്ടെത്തിയതാണ്. ലാബ് റിപ്പോർട്ട് മാറ്റാൻ പറ്റില്ല. സർ, പുറത്തുനിന്ന് വരുത്തിച്ച മുളക് പൊടിയിലോ മല്ലിപ്പൊടിയിലോ ആണ് വിഷാംശമെന്ന് ഫൈനൽ ടെസ്റ്റിൽ മനസ്സിലായി എന്ന് റെക്കോർഡിക്കലാക്കാൻ പറ്റില്ലേ? ആകെ ചെയ്യാവുന്നതാ. നിയമവിരുദ്ധമാണെങ്കിലും നിങ്ങളുടെ ഈ അവസ്ഥയിൽ സഹായിക്കാതിരിക്കാൻ തോന്നുന്നില്ല. സാറേ, ഏത് വിധേനെങ്കിലും മോളെ രക്ഷിക്കണം. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുക. ചന്ദ്ര, ഒരു മിനിറ്റ്. സാറിന്റെ കാർഡ് ഒന്ന് തരുമോ? സാർ, അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ആപ്പ് വഴി 10 ലക്ഷം രൂപ അയച്ചിട്ടുണ്ട്. അതൊന്നും പോരാ. ഇതറിഞ്ഞാൽ ഞങ്ങളുടെ ജോലി പോകുന്ന കേസാ. മിനിമം 50 ലക്ഷം രൂപയെങ്കിലും കിട്ടണം. അതിലൊരു വിലപേശലും ഇല്ല. എന്റെ കയ്യിൽ ക്യാഷ് ആയിട്ട് ഇത്രയേ ഉള്ളൂ. അല്പ സാവകാശം തന്നാ എന്റെ വീട് വിറ്റിട്ടാണെങ്കിലും ഞാൻ ബാക്കി കാശ് തരാം. ഇത് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരല്ല ഞങ്ങള്. എന്തെങ്കിലും ആവട്ടെ, ഒരു 10 ലക്ഷം രൂപ കുറച്ചു തരാം. 40 ലക്ഷം രൂപ ഇപ്പൊ തരാൻ കഴിയുവാണെങ്കിൽ അമൃതയെ ഞങ്ങളെ രക്ഷപ്പെടുത്താം. എന്ത് ചെയ്യും? ഞാനും തരാൻ കുറച്ച് കാശ്. എത്രയുണ്ടാവും ചന്ദ്രന്റെ കയ്യില്? റിട്ടയർമെന്റ് ബെനിഫിറ്റ് കിട്ടിയ ഒരു 26 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിലുണ്ട്. പക്ഷെ അത് 3 ബാങ്കുകളിലായിട്ടാണ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. അത് നല്ലതാ ചന്ദ്ര. ട്രാൻസാക്ഷന് ബുദ്ധിമുട്ടുണ്ടാവില്ല. മൊബൈൽ ആപ്പ് വഴി തന്നെ ട്രാൻസ്ഫർ ചെയ്യാം. എനിക്കറിയാവുന്ന പാസ്വേഡ് തന്നെയല്ലേ? എൻ്റെ ആകെയുള്ള സമ്പാദ്യ. അപ്പൊ ഞാൻ കൊടുത്തതും എന്റെ സമ്പാദ്യമല്ലേ ചന്ദ്ര?
അല്ല ഇപ്പോഴും 5 ലക്ഷം കുറവുണ്ട്. അത് ഞാൻ തരും. വാക്കുവ്യത്യാസം ചെയ്യില്ല എന്ന് വിശ്വസിക്കാം. സാറേ, എന്റെ മകളുടെ രക്ഷയ്ക്ക് വേണ്ടിയാ ഞാനിതൊക്കെ ചെയ്യുന്നത്. സാറേ, കേസ് ഇല്ലാതാക്കണം. പേടിക്കണ്ട, അക്കാര്യങ്ങളെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. ഈ കാശ് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, പോലീസിനും കൊടുക്കേണ്ടി വരും. എന്തായാലും മോള് സുരക്ഷിതമായിട്ട് വീട്ടിൽ എത്തും. പോ. ഞാനും പല തെറ്റുകൾക്കും പ്രായശ്ചിത്തം ചെയ്തുകൊണ്ടിരിക്കുക. ചന്ദ്രന് സമ്മതമാണെങ്കിൽ നമ്മളിനി ഒരുമിച്ച് താമസിക്കും. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു നിങ്ങളെ. വളരെ ഭംഗിയായിട്ട് അഭിനയിച്ചു. ഓവറാവുമെന്ന് ഞാൻ പേടിച്ചു. ഈ കളത്തരമൊക്കെ ഞങ്ങളുടെ സ്ഥിരം ജോലിയല്ലേ. പോലീസുകാരൻ മുതൽ പിച്ചക്കാരൻ വരെ ആയിട്ട് വേഷം കിട്ടും. കാശ് കിട്ടുമെങ്കിൽ കള്ളനാവാനും തയ്യാറാ. അപ്പോ ഞങ്ങളുടെ കാശിന്റെ കാര്യം എങ്ങനെയാ? ഓരോ ലക്ഷം വീതമല്ലേ കരാറ്. അത് കൃത്യമായിട്ട് അക്കൗണ്ടിലേക്ക് വന്നിരിക്കും. നിങ്ങളെന്താ ഇവിടെ? നിങ്ങളോ? സ്ഥാനം കൊണ്ട് അമ്മയല്ലേ ഞാൻ. സ്ഥാനമൊക്കെ അവിടെ നിൽക്കട്ടെ, എന്താ വന്നതെന്ന് പറയ്. ഇത് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരാ. ഇവര് നിങ്ങളുടെ അച്ഛനെതിരെ മൊഴിയെടുത്ത് കേസാക്കാൻ വന്നതാ. എനിക്ക് നേരിട്ട് പരിചയം ഉണ്ടായിരുന്നത് കൊണ്ട് കേസ് ഒഴിവാക്കാൻ വേണ്ടി ഇവർക്കൊപ്പം വന്നതാ. അമൃതേച്ചിയുടെ പേരിലെ കേസ് അതെല്ലാം അമ്മ പറഞ്ഞ് സോൾവ് ചെയ്തിട്ടുണ്ട്. ഇനി അമൃതയ്ക്ക് ഒളിവിൽ കഴിയേണ്ടി വരില്ല. പോലീസ് കേസ് ഒഴിവാക്കി തരാം. കോടതിയിലേക്കും പോകേണ്ടി വരില്ല. മക്കള് കഴിഞ്ഞതെല്ലാം മറക്കണം. ഇനി ഏത് ആപത്ത് സമയത്തും കലയമ്മ നിങ്ങൾക്കൊപ്പം ഉണ്ടാവും, അമ്മയായിട്ട് തന്നെ. അനക്കേച്ചി, അച്ഛൻ എങ്ങനെയുണ്ട്? സുഖമായി വരുന്ന മോളെ. മോള് മാമന്റെ വീട്ടിലായിരുന്നു അല്ലേ? എന്തിനാ അങ്ങോട്ട് പോയത്? അമ്മയുടെ വീട്ടിലേക്ക് വന്നാ പോരായിരുന്നോ? ഇത് കാരാ? മോളെ, ഇത് ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സാ. അമൃതേച്ചിക്കെതിരെയുള്ള കേസ് ഒഴിവാക്കാൻ വന്നതാ. ഉദ്യോഗസ്ഥരോ? അന്ന് ഫുഡ് സാമ്പിൾ എടുക്കാൻ വന്നവരാണോ? അതെ. അത് ഇവരല്ലല്ലോ. അല്ലേ? അല്ല, അന്ന് പഞ്ചരത്നം സീൽ ചെയ്യുമ്പോ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അവരെ കണ്ടതല്ലേ. അതിവരല്ല. അതെ, ഞങ്ങൾ അതിലും മേലുള്ളവരാ. ഒന്ന് നിന്നേ. അതിലും മേലെയുള്ളവരെന്ന് പറയുമ്പോ ഏത് പോസ്റ്റിൽ വരും? അതൊന്നും ഞാൻ ചോദിച്ചില്ല. നമുക്ക് നമ്മുടെ കാര്യം നടന്നാ പോരെ. എന്നാ പിന്നെ അമ്മ ഇറങ്ങുക. ഇതിലെന്തോ കള്ളത്തരം ഉണ്ടല്ലോ ചേച്ചി. അവരച്ഛനെ കയറി കണ്ടോ? കണ്ടിട്ട് ഇറങ്ങി വന്നതാ. വന്നേ. മോളിപ്പോ വന്നതേ ഉള്ളൂ. അച്ഛാ, കലയമ്മ രണ്ടുപേരെയും കൊണ്ട് ഇങ്ങോട്ട് വന്ന എന്തിനാ? അവര് ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സാ. കേസ് ഒത്തുതീർപ്പാക്കാൻ കലാവധി കൊണ്ടുവന്നതാ. ഇപ്പോഴെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ തോന്നിയല്ലോ. എന്തുപകാരം? ആ വന്നത് ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരാണെന്ന് അച്ഛൻ എന്താ ഉറപ്പ്? മക്കളെ, ഞാൻ ID കാർഡ് കണ്ടതാ. അത് വിശ്വസിക്കാൻ പറ്റില്ല അച്ഛാ. പഞ്ചരത്നത്തിലെ ഇൻസ്പെക്ഷൻ വന്നത് ഇവരല്ലെന്ന് ആരാധി പറയുന്നു. ഇവരല്ല അച്ഛാ. നമ്മുടെ ഹോട്ടൽ പൂട്ടുന്ന സമയത്താ ഞാൻ ചെന്നത്. അപ്പൊ വ്യക്തമായിട്ട് ഞാൻ എല്ലാരെയും കണ്ടതാ. ഈ വന്നവര് ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അവരിവിടെ വന്നിട്ട് അച്ഛനോട് എന്താ പറഞ്ഞേ? അമൃതയുടെ പേരുള്ള കേസുകളൊക്കെ ഒഴിവാക്കി തരാന്ന്. നമുക്കതല്ലേ ആവശ്യം.
അവളെ രക്ഷിക്കാൻ വേണ്ടി എത്ര കാശ് കൊടുത്താലെന്താ? അച്ഛനിപ്പോ എന്താ പറഞ്ഞു? കേസൊന്നും ഉണ്ടാവില്ലെന്ന്. അതല്ല, കാശ് കൊടുത്തു എന്ന് പറഞ്ഞില്ലേ അച്ഛൻ? കൊടുത്താലെന്താ? കേസെല്ലാം ഒഴിവാക്കി നമ്മുടെ പഞ്ചരത്നം തുറക്കാലോ. അപ്പൊ അച്ഛൻ കാശ് കൊടുത്തു അല്ലേ? കൊടുക്കേണ്ടി വന്നു. നമ്മുടെ അല്ലേ ആവശ്യം. അച്ഛൻ വിട്ടിത്തം പറയാതെ എന്താ സംഭവിച്ചെന്ന് പറ. മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.